ഹായ് ഹലോ. ഇന്നൊരു പനി വ്ളോഗാണ് ട്ടോ. പനി ആർക്കും അല്ല, നമ്മുടെ മോക്കാണ്. എന്താ പറയാ, ഡേ ടൈം ആള് നല്ല ആക്റ്റീവാണ്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര വാശിയും കരച്ചിലൊക്കെയാണ്. ഒരു 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് കൊടുത്തിട്ടൊന്നും അവള് കഴിക്കുന്നുണ്ടായില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ വാശി പിടിക്കണമെന്നൊന്ന് ഹോസ്പിറ്റലിൽ എന്തായാലും കാണിക്കാമെന്ന്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നിപ്പോൾ കിരണും കൂടി ഉണ്ട് ട്ടോ. അവൻ ഇന്നിപ്പോൾ ഓഫായിരുന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെയാണ് പുറത്തേക്ക് പോയത്. നല്ല വെയിലായിരുന്നു. ഏകദേശം ഒരു 2:30 മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഇങ്ങനെ കാണുമ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല, നല്ല ആക്റ്റീവാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, രാത്രി ആയി കഴിയുമ്പോൾ ഈ ഒരു സ്വഭാവമേ അല്ല, നല്ല വാശിയും കരച്ചിലും ഞങ്ങളെ രണ്ടുപേരെ കൊണ്ട് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ആസ്റ്ററിലേക്കാണ്. പക്ഷെ അവിടെ 5 മണിക്കാണ് ഡോക്ടർ വരാമെന്നാണ് പറഞ്ഞത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തുള്ള NMC ഹോസ്പിറ്റലിലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിനിക്കാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടറിനെ പീഡിയാട്രീഷ്യനെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായ വേദന എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് തൊണ്ടവേദന ഇരിക്കുന്നതാണ് സത്യത്തിൽ. പക്ഷെ അവിടെ ചെന്ന ഡോക്ടറിനെ കണ്ടപ്പോഴാണ് മനസ്സിലായി അവളുടെ നാക്കിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ പോളം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചിനൊന്നും കഴിക്കാൻ പറ്റാത്തത്. പക്ഷെ അവളിങ്ങനെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് നാക്ക് വേദന എടുക്കുന്നുണ്ട്, അച്ഛൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടായില്ല. നമ്മളിങ്ങനെ തൊണ്ടവേദനയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ നാക്കിലൊക്കെ ഇങ്ങനെ ചെറിയ തരി തരി പോലെ കുരുക്കൾ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ പയ്യെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ കുറച്ച് സാധനങ്ങളാണ്, ഫ്രൂട്ട്സും കുറച്ച് സാധനങ്ങൾ, അവൾക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പയ്യെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.